നമസ്കാരം. പിണറായി വിജയന്റെ രാജി സകല ദിക്കിൽ നിന്നും ഉയരുന്ന പ്രധാന ആവശ്യങ്ങളിൽ ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത്. തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ജനവിരുദ്ധ വികാരം ശക്തമായതിന്റെ പേരിൽ എ കെ ആന്റണിയെ തള്ളി താഴെയിട്ട മുഖ്യമന്ത്രിക്ക് അതേ ഗതി വന്നിരിക്കുകയാണ്. ആന്റണി രാജിവെച്ചതുപോലെ ഞാനും പോകണമെന്ന് ആരും കരുതേണ്ടതില്ല എന്നല്ല മുഖ്യമന്ത്രി പറയുന്നുണ്ടെങ്കിൽ പോലും ഇനി അതല്ലാതെ മുഖ്യന് മറ്റൊരു വഴിയില്ല എന്നതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. സകലയിടങ്ങളിൽ നിന്നും മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള ശക്തമായ വിമർശനങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജനങ്ങളോട് ഇടപെടുമ്പോൾ കൂറും വിനയവും വേണമെന്നും അസഹിഷ്ണുത പാടില്ലെന്നും ഓർമ്മിപ്പിച്ച CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ളവർ രംഗത്തെത്തിയിരിക്കുകയാണ്. ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് നൽകിയിട്ടുള്ള കത്തിലാണ് ബിനോയ് വിശ്വം ഇക്കാര്യം വിശദീകരിച്ചിരിക്കുന്നത്. അടിസ്ഥാന ജനവിഭാഗങ്ങളുമായി ഇടതുപക്ഷത്തിന് പഴയ ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും ജനവിശ്വാസം ഇടിഞ്ഞതിൽ സ്വയം പരിശോധന ആവശ്യമാണെന്നും കത്തിൽ ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അടിമുടി എല്ലാ തലങ്ങളിലും ആത്മവിമർശനത്തിനും സന്നദ്ധമാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. എല്ലാത്തിനേക്കാൾ വലുത് ജനങ്ങൾ തന്നെയാണ്. യാഥാർത്ഥ്യങ്ങളെ തൊടാത്ത വ്യാഖ്യാന പാടവം കൊണ്ടോ ഉപരിവിപ്ലവമായ വിശകലന സാമർഥ്യം കൊണ്ടോ പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങളാണ് ഇടതുപക്ഷത്തിന് മുന്നിൽ ഉയർന്നു വന്നിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. അടിസ്ഥാന ജനവിഭാഗങ്ങളുമായി ഇടതുപക്ഷത്തിന് പഴയതുപോലെ ബന്ധമുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. അവർ ഇടതുപക്ഷത്തിന് മേൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് എങ്ങനെ ഇടിവുണ്ടായി എന്നത് പരിശോധിക്കണമെന്നുമാണ് കത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ബിനോയ് വിശ്വത്തിന്റെ പല വിമർശനങ്ങളും ലക്ഷ്യമിടുന്നത് CPM-ലെ ഉന്നതരെ കൂടിയാണെന്ന വ്യാഖ്യാനം ഇതിനോടകം വന്നു കഴിഞ്ഞിട്ടുണ്ട്. മൈക്ക് ഓപ്പറേറ്ററെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശകാരിച്ചതുൾപ്പെടെയുള്ള CPM കമ്മിറ്റികളിൽ വിമർശന വിധേയമാകുന്നതിനിടെയാണ് ബിനോയ് വിശ്വത്തിന്റെ ഈ ഒരു കത്തുകൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ ഉന്നത നേതാക്കളടക്കം CPM-ന്റെ ഭരണവിരുദ്ധ ഭരണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനാൽ ഒടുക്കം എ കെ ആന്റണി രാജിവെച്ച അതേ രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും രാജിവെക്കേണ്ടി വരും എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. 37-ാം വയസ്സിലാണ് മുഖ്യമന്ത്രിയായി എ കെ ആന്റണി അധികാരത്തിലേറുന്നത്. മുഖ്യമന്ത്രിയായതിനു ശേഷം കേന്ദ്രമന്ത്രിയായ ആദ്യത്തെയാൾ എന്ന വിശേഷണം പോലും കൈവശമുണ്ടായിരുന്ന എ കെ ആന്റണി പോലും 2004-ൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അന്ന് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. അന്ന് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ തന്നെയായിരുന്നു. അതിനാൽ ഇരട്ടത്താപ്പ് കളിക്കാതെ അന്ന് എ കെ ആന്റണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിധിച്ച വിധി അത് ഇന്ന് തനിക്കും വന്നിരിക്കുകയാണ്. അത് താനും അംഗീകരിക്കണമെന്ന് മനസ്സിലാക്കി തന്റെ ജനവിരുദ്ധ ഭരണം കാഴ്ചവെച്ചതിന്റെ പേരിലാണ് ഇത്തവണ ഇടതു മുന്നണി തോൽക്കാനിടയായതെന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കി രാജിവെക്കുക എന്ന ആവശ്യമാണ് ഇപ്പോൾ പൊതുജനങ്ങൾക്ക് ഇടയിൽ പോലും ഉയർന്നുകൊണ്ടിരിക്കുന്നത്.